മിച്ചം വന്ന മഴവെള്ളപ്പാത്തിയിൽ നട്ട വെണ്ട തൈകൾ വലുതായി കുറച്ച് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വെണ്ട കുറേശ്ശെ ക്ഷയിച്ചു തുടങ്ങി. അപ്പോഴാണ് ഞാൻ പയർ വിത്ത് നട്ടത് അതേ പാത്തിയിൽ. അപ്പോൾ ഒരു ഗുണമുണ്ട്, പയറിന് തുടക്കത്തിൽ പടരാനൊരു സൗകര്യമായി. ഈ വെണ്ടകളുടെ മുകളിൽ പടർന്ന് പിന്നെ അടുത്തുള്ള മതിലേക്ക് ഞാൻ പടർത്തും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇതിൽ സഹവർത്തിത്വം എന്താണെന്നല്ലേ, പയറിന് പടരാൻ വെണ്ട സഹായം, അതേസമയത്ത് വെണ്ടയ്ക്ക് എന്താ ഉപയോഗം? പയറിന് റൂട്ട് നോഡ്യൂളിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് വളമാക്കി മാറ്റും. അപ്പോൾ ആ വളം വെണ്ടയ്ക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക് ഇപ്പോൾ ഉപയോഗപ്പെട്ടില്ലെങ്കിലും ആ വളം കുറച്ച് അവിടെ മണ്ണിൽ ചേരുകയും പിന്നീട് അടുത്ത കൃഷിക്കെങ്കിലും ഉപയോഗപ്പെടും. ഇത് സാധാരണ ക്രോപ്പ് റൊട്ടേഷനായിട്ടാണ് ചെയ്യാറ്. ഒരു തരം വിള കൊയ്ത് കഴിഞ്ഞാൽ വേറൊരു തരം വിള ഇടും. അപ്പോൾ അതിൽ പലപ്പോഴും ഇങ്ങനെ പയറുവർഗ്ഗങ്ങൾ നടുക എന്നുള്ളത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിക്കാൻ സഹായകമാകുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ തെങ്ങിൻ്റെ കടക്കിൽ പയർ നടും. അത് അത്ര വലിയ കൂടിയനം പയറൊന്നല്ല, സാധാരണ ഏതോ ഇനം പയർ നടും. എന്നിട്ട് പൂവും കായൊക്കെ ആകുമ്പോൾ നല്ലോണം വളർന്നു കഴിഞ്ഞാൽ, പൂവും കായ ആവണമെന്നില്ല, അവർ ഉഴുതു മറിച്ച് ആ പയർ ചെടികൾ മൊത്തമായിട്ട് തെങ്ങിൻ്റെ കടക്കിൽ വളമായിട്ട് ചേർക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാ കാരണം എന്നാന്ന് പറയാറുണ്ട്. സാധാരണയുള്ള കൃഷി വിജ്ഞാനം നമ്മുടെ നാട്ടുകാരുടെ ഇടയിലുണ്ടായിരുന്നതാണ്. അതിന് ശാസ്ത്രീയ വശമുണ്ട്.